കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരോട് കടുത്ത വിവേചനമാണ് കാട്ടുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു കൊല്ലമായി യോഗം ചേർന്നിട്ടില്ല എന്ന് പറയുന്ന ഹജ്ജ് തുടങ്ങുമ്പോഴാണ് യഥാസമയം ഈ യോഗം വിളിക്കുന്നില്ല എന്ന ആക്ഷേപം ഇതിനു മുമ്പ് ഈ മന്ത്രി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് യാത്രക്കാരോട് കടുത്ത വിവേചനമാണ് കാണിക്കുന്നതെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം പറഞ്ഞു. 80% വരുന്ന ഹാജിമാരും കരിപ്പൂരിൽ നിന്നാണ് യാത്ര ചെയ്യുന്നത്. കരിപ്പൂരിനോട് മാത്രം എന്തിനാണ് ഈ ക്രൂരതയെന്നും കൊട്ടേഷനിലെ കള്ളക്കളികൾ പുറത്തു കൊണ്ടുവരണമെന്നും PMA സലാം അഭിപ്രായപ്പെട്ടു. അതിന് പരിഹാരം കാണാൻ ശ്രമിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ട് ഹജ്ജിന്റെ തലേ ദിവസം വരെ ഇത് മിണ്ടാതിരുന്നു? കേരളത്തിൽ ജനങ്ങളെ അറിയിക്കേണ്ടതല്ലേ? അദ്ദേഹം എത്ര യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ട്? ആ യോഗങ്ങളിൽ എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്? ഈ കൊട്ടേഷൻ നടക്കുന്ന കാര്യങ്ങളിൽ കേരള ഗവൺമെന്റ് എന്തുകൊണ്ട് ഗൗരവതരമായി ഇടപെട്ടില്ല? എത്ര കൊട്ടേഷൻ കിട്ടിയെന്ന് അന്വേഷിക്കണ്ടേ? എന്തുകൊണ്ട് മറ്റുള്ള എയർലൈൻസുകൾ കൊട്ടേഷൻ കൊടുത്തില്ല എന്ന് അന്വേഷിക്കണ്ടേ? അതുകൊണ്ട് കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ കൂടെ കേരളത്തിലെ ഹജ്ജ് വകുപ്പിനും പങ്കുണ്ടോ എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഹജ്ജ് തീർത്ഥാടകർ ഒന്നിലും പ്രതികരിക്കില്ലെന്ന പ്രതീക്ഷയാണെങ്കിൽ നടക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാന്റെ പ്രതികരണം കള്ളക്കളിയാണ് വ്യക്തമാക്കുന്നത്. അപാകതകൾ ചൂണ്ടിക്കാട്ടി മാധ്യമപ്രവർത്തകർ ചോദ്യങ്ങൾ ചോദിക്കുന്നത് സ്വാഭാവികമാണ്. ചോദ്യം ചോദിച്ചവരാണോ പിന്നെ കാര്യങ്ങൾ നടപ്പിലാക്കേണ്ടത്? എങ്കിൽ ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ രാജിവെച്ച് മാധ്യമപ്രവർത്തകരെ കാര്യങ്ങൾ ഏൽപ്പിക്കണമെന്നും PMA സലാം പറഞ്ഞു. പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ BJP നടത്തുന്ന കളികളാണ് ഇതൊക്കെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അവർക്ക് വോട്ട് നേടണം. അതിന് വർഗീയമായ ധ്രുവീകരണം ഉണ്ടാക്കണം. അതിന് വർഗീയത ആളിക്കത്തിക്കാൻ പറ്റുന്ന എല്ലാ പ്രസ്താവനകളും പ്രവർത്തനങ്ങളും നടത്തും. വർഗീയ കലാപങ്ങൾ വരെ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. അത്തരം പ്രവർത്തനങ്ങളിലേക്ക് BJP പോകും. അതിന്റെ ഉദാഹരണമാണ് ഇത്തരം പ്രസ്താവനകൾ. അതിന്റെയൊക്കെ ലക്ഷ്യം തെരഞ്ഞെടുപ്പാണ്. ഈ പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിക്കുക, പ്രക്ഷോഭം നടത്തുക, കുഴപ്പമുണ്ടാവുക. അങ്ങനെ രാജ്യത്ത് കലാപം ഉണ്ടാകുമ്പോൾ കൺസോൾട്ടേഷൻ, ജാതീയ വോട്ടുകളുടെ കൺസോൾട്ടേഷൻ ഉണ്ടാവും. അതാണ് BJP ആഗ്രഹിക്കുന്നത്. ആ വലയിൽ വീഴാൻ ജനാധിപത്യ മതേതര വിശ്വാസികൾ തയ്യാറായാതെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ നിഷ്പ്രയാസം ഈ വർഗീയ ശക്തികളെ പരാജയപ്പെടുത്താൻ കഴിയും. ഏക കൊട്ടേഷൻ ലഭിച്ചാൽ റീടെൻഡർ വിളിക്കണം. അത് ചെയ്യുന്നില്ല. കേരള സർക്കാർ ഈ വിഷയത്തിൽ ഗൗരവപരമായി ഇടപെടണം. കേന്ദ്ര സർക്കാരിന്റെയും ഹജ്ജ് കമ്മിറ്റിയെയും കുറ്റം പറഞ്ഞ് കാഴ്ചക്കാരായി നിൽക്കുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നത്. ടെൻഡർ സമയത്തെ യോഗത്തിൽ സംസ്ഥാന ഹജ്ജ് മന്ത്രിയടക്കം പങ്കെടുത്തിരുന്നു. അന്ന് ഒന്നും പറയാതെ മാധ്യമങ്ങളിൽ അനുശോചനം രേഖപ്പെടുത്തിയിട്ട് കാര്യമുണ്ടോ? അപാകതകൾ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഉള്ള കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ധാർഷ്ട്യവും ധിക്കാരവുമാണ് പറയുന്നത്. വിഷയത്തിൽ മുസ്ലിം ലീഗ് പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഡോക്ടർ അംബികാസ് അഭയ ആയുർവേദ ആൻഡ് വെൽനസ്, വളാഞ്ചേരി പട്ടാമ്പി റോഡ്, വലിയകുന്ന്. ഫോൺ 9447 0555575.